ഈശോ മിശിഹായെ സ്തുതിയായിരിക്കട്ടെ. ക്രൂശിൻ്റെ കുരിശ്. രണ്ട് മരകഷ്ണങ്ങൾ ചേർത്ത് വെച്ചാൽ കുരിശാകും. എന്നാൽ അത് വിശുദ്ധ കുരിശാകണമെങ്കിൽ അതിൽ ക്രിസ്തു ഉണ്ടാകണം. കത്തോലിക്ക ദേവാലയങ്ങൾ നാം സന്ദർശിക്കുമ്പോൾ അവിടെ ക്രിസ്തുവിന് ശരീരമുള്ള കുരിശാണ് പലപ്പോഴും നാം കാണുന്നത്. മുൾമുടി അണിഞ്ഞ് മൂന്നാണികളിൽ തൂങ്ങി നിൽക്കുന്ന യേശുവിൻ്റെ ചിത്രം നമ്മുടെ മനസ്സിൽ മായാതെ പതിപ്പിച്ചവരാണ് നാം ഓരോരുത്തരും. അവൻ നമ്മൾക്കായി വലിയൊരു ത്യാഗം ചെയ്തു എന്നതിൻ്റെ ഓർപ്പെടുത്തൽ കൂടിയാണ് ക്രൂശിത രൂപം. മനുഷ്യരാശിയുടെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തമായി അവൻ തൻ്റെ ജീവൻ തന്നെ നൽകി. പലപ്പോഴും കത്തോലിക്ക ദേവാലയങ്ങളിൽ നാം സന്ദർശിക്കുമ്പോൾ അവിടെ ക്രിസ്തുവിൻ്റെ രൂപം കാണും. കാരണം കത്തോലിക്കർ യേശുവിൻ്റെ മരണത്തിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. അവൻ നിങ്ങൾക്കായി ഇത് ചെയ്തു, നിങ്ങൾ അവന് വേണ്ടി ജീവിക്കണം എന്നതിൻ്റെ ഓർപ്പെടുത്തൽ കൂടിയാണ് ക്രൂശിത രൂപം. കത്തോലിക്ക വിശ്വാസത്തെ സംബന്ധിച്ച് ക്രൂശിൻ്റെ കുരിശ് ഒരു ഐശ്വര്യത്തിൻ്റെ ചിഹ്നം തന്നെയാണ്. കത്തോലിക്ക വിശ്വാസത്തിൽ പാപമോചനത്തിൻ്റെ ഉറവിടവും ക്രൂശും തന്നെ. അതുകൊണ്ടാണ് പൗലോസ് അപ്പോസ്തലൻ റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ 6-ാം അധ്യായം 6-ാം വാക്യം ഇപ്രകാരം പറയുന്നത്: നമ്മിലെ പഴയ മനുഷ്യൻ അവനോടുകൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. മിക്ക പ്രൊട്ടസ്റ്റന്റ് പള്ളികളിലും മറ്റും ക്രൂശിനില്ലാത്ത കുരിശ് രൂപം നമുക്ക് കാണാൻ സാധിക്കും. അവരുടെ കാഴ്ചപ്പാടിൽ ക്രിസ്തു നേരത്തെ ഉയർത്തപ്പെട്ടിരിക്കുന്നു. അതിനാൽ തന്നെ ഇനി മുതൽ ക്രിസ്തുവിന് ശരീരമുള്ള ക്രൂശ് രൂപം വേണ്ട എന്ന ചിന്തയിൽ നിന്നാണ് ക്രൂശിനില്ലാത്ത കുരിശ് രൂപങ്ങൾ അവർ ഉപയോഗിക്കുന്നത്. കുരിശില്ലാതെ ഉയർപ്പില്ല എന്ന ശാശ്വത സത്യം നാം മനസ്സിലാക്കണം. ക്രൈസ്തവ പാരമ്പര്യം അനുസരിച്ച് ക്രൂശിൻ്റെ കുരിശ് രൂപമുള്ള കുരിശാണ് നാം വണങ്ങേണ്ടത്. ക്രൈസ്തവ വിശ്വാസ സാധനം ആവശ്യപ്പെടുന്നു. ക്രൂശിത രൂപത്തിലെ ക്രൂശനായ ക്രിസ്തു ഈ സത്യം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. അതിനാൽ യേശുവിനെയും യേശുവിൻ്റെ സ്ഥാനത്തെയും അനുസ്മരിക്കുന്ന ക്രൂശിത രൂപത്തെയും നാം വണങ്ങുക. ആമേൻ.